ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. ഇന്ന് രാഷ്ട്രീയക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് മുമ്പേ കാലഘട്ടത്തിലുള്ളതാണ്, പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മൾ എത്ര പേര് അത് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം മുമ്പിലുണ്ടെങ്കിലും, അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ അംബാസഡർ, രാഷ്ട്രീയ പ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തനം നൽകണമെന്നുള്ള ഏറ്റവും വലിയ സന്ദേശം ഈ നാടിന് സമർപ്പിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. ഓരോ അടിയും ഓരോ ഇഞ്ചും ഓരോ പ്രവർത്തനങ്ങളിലും കാരുണ്യമുണ്ട്. ഈ കാരുണ്യ ബലവന സ്കീമും കോക്ലിയർ ഇംപ്ലാന്റ് സ്കീമും അടക്കമുള്ള നിരവധിയായ പദ്ധതികളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. 2004 ഞാൻ അദ്ദേഹത്തിലൂടെ മന്ത്രിയായിരുന്നു. ഞാൻ കലപ്പുഴ കളക്ടറേറ്റ് ഇരിക്കുമ്പോഴാണ് അന്ധകാരനടിയിൽ ഗൗരിയമ്മ വെള്ളത്തിലേക്ക് പോകുന്നു, കടലിലേക്ക് പോകുന്നൊരു അവസരം ഉണ്ടായെന്ന് പറഞ്ഞു. അത്ഭുത പ്രതിഭാസം, ഒരിക്കലും കാണാത്ത പ്രതിഭാസം, സുനാമി. മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നു, അടിയന്തരമായി ആറാട്ടുപുഴയിലേക്ക് പോകണം, ശ്രീ രമേശ് ചെന്നിത്തല പ്രധാനം ചെയ്ത മണ്ഡലമെന്ന്. ഞാൻ ആറാട്ടുപുഴ എത്തുമ്പോൾ ഉമ്മൻചാണ്ടി അഴീക്കിലെത്തി. അന്ന് ശ്രീ തിരുവഞ്ചൂരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നതാണ്. 15 ദിവസക്കാലമാണ് തുടരെ രാവിലെ 9 മണിക്ക് ക്യാബിനറ്റ്, 10 മണി വരെ ക്യാബിനറ്റ്, എല്ലാ ദിവസവും ക്യാബിനറ്റ്. എന്തിനാ ക്യാബിനറ്റ്? കാരണം അന്ന് വരെ ഇല്ലാത്തൊരു പ്രതിഭാസമായിരുന്നു സുനാമി. കഷ്ടപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ എല്ലാ നിയമങ്ങളും തടസ്സമായി നിൽക്കുകയാണ്. അതെല്ലാം ഓവർറൂൾ ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് ഡിസിഷൻ വേണം. എല്ലാ ദിവസവും ക്യാബിനറ്റായി. ഇത് നമുക്ക് വിസ്മരിക്കാൻ കഴിയും. ഒരു ഭരണാധികാരി ചുവപ്പ് നാടിയുടെ കുരുക്കുകൾ അഴിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് നിശ്ചയദാർഢ്യം കാണിക്കുന്ന ഉമ്മൻചാണ്ടിയെ ആ നാളുകളിൽ കണ്ടു. ഒരുപാട് പേർ ക്രൈസിസ് മാനേജ്മെന്റ്മാരായി വരാറുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ക്രൈസിസ് മാനേജ്മെന്റ് ഹൃദയത്തിൽ നിന്നും ഉണ്ടായി ഉടലെടുത്ത ജനഹൃദയങ്ങളിൽ എപ്പോഴും നിൽക്കാവുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഭരണാധികാരി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു, സംശയമില്ല. അസാധ്യമായി ഒന്നുമില്ല എന്ന് കണ്ട് അതെല്ലാം പരിഹരിക്കാൻ കേരളത്തിലെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഞാനൊന്നും ഇവിടെ പഠിക്കുന്നില്ല. ഉജ്ജ്വലനായ ഭരണം. രാഷ്ട്രീയ പ്രവർത്തകൻ, കോൺഗ്രസ്സുകാരനിൽ അടിയുറച്ച കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്ര ജനാന്റെ ഫോട്ടോ പ്രദർശനത്തിൽ കണ്ടു ആ ചിത്രം. ആലപ്പുഴയിലാണ് അദ്ദേഹം നടക്കാൻ വന്നത്. നടക്കാൻ അദ്ദേഹത്തിന് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. രാഹുൽജി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നടക്കരുത്. ആ ചിത്രത്തിൻ്റെ ഫോട്ടോ തന്നെ കണ്ടറിയാം, രാഹുൽജി വിലക്കുന്ന ചിത്രമാണ് ആ ഫോട്ടോ. പക്ഷെ ഉമ്മൻചാണ്ടിയെ സമ്മതിക്കുന്നില്ല എന്ന് മറുവാക്കും പറയുന്നുണ്ട്. എനിക്ക് നടക്കണം. അദ്ദേഹം 4-5 കിലോമീറ്റർ നടന്നു. അവസാനം 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ഞങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് കാറിൽ കയറ്റി. കോൺഗ്രസിൻ്റെ പരിപാടി ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ ഞാൻ ഉണ്ടാകണമെന്നില്ല, അതെൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അവിടെ ഞാൻ ഉണ്ടാകണമെന്നുള്ള ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഏറ്റവും മികച്ച ആഗ്രഹ പ്രകടനം. അടിമുതൽ മുടി വരെ കോൺഗ്രസ്സുകാരൻ. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റും മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട്. നേരത്തെ മാധ്യമപ്രവർത്തകർ കല്ലറയിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനത്തിൽ ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല, ഉമ്മൻചാണ്ടിയുടെ പേര് അനുസ്മരിച്ചില്ല മുഖ്യമന്ത്രി. പാടെ അവഗണിച്ചു. വിഴിഞ്ഞം പോർട്ടായാലും കൊച്ചി മെട്രോ ആയാലും, അങ്ങനെ കണ്ണൂർ വിമാനത്താവളമായാലും നിരവധിയായിട്ടുള്ള വികസനത്തിൻ്റെ നാഴികക്കല്ലുകൾ ഉമ്മൻചാണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് വന്ന ഗവൺമെൻറ് അതൊക്കെ തമസ്കരിക്കാനുള്ള പ്രവർത്തനം നടത്തിയത്. അത് അവരുടെ മാനസികാവസ്ഥയുടെ ലക്ഷണമാണ്. ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പോർട്ട് നിർമ്മിച്ചാൽ മുൻകൈയെടുത്തത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ അവർ സ്വയം അപഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ.
നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നടത്തിയ അവഗണനയ്ക്കെതിരായിട്ടുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ള ചോദ്യം കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സംഭാവനകളെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന ഈ ദിവസം തീർത്തും തമസ്കരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു ഭരണകൂടമുണ്ടെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിന് മറുപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോടും ഉമ്മൻചാണ്ടിയുടെ സ്മരണയോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതീകരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെ കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ്. അത് നമ്മൾ കൈയടിച്ചുകൊണ്ട് മാത്രമായില്ല, ഞങ്ങളും ഒന്നിച്ച് കൈയടിക്കണം ഒറ്റക്കെട്ടായി. 2 ദിവസമായി വയനാടിൽ കൂടിയ ആളുകൾ തീരുമാനിച്ചത്, ഇന്ന് രാവിലെ ഒരു പത്രവാർത്ത ഞാൻ കണ്ടു. അവിടെ പങ്കെടുത്തവരാണ് വീട്ടിലിരിക്കുന്ന ആളുകളെല്ലാവരും. അതിലാരും പറയാത്തൊരു കാര്യം, മുരളീധരനെ വിമർശിച്ചു. മാധ്യമങ്ങൾ എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ വാർത്തകൾ വസ്തുനിഷ്ഠമായിട്ട് എഴുതപ്പെടേണ്ടതല്ലേ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയേറെ നേതാക്കന്മാരെല്ലാം യോജിച്ച് നിന്ന് ഒരു മനസ്സോടെ ഒരു യോജിപ്പോടെ നമ്മൾ നടത്തിയൊരു പരിപാടി സമീപകാലത്തുണ്ടായിട്ടില്ല. അതിൻ്റെ കഴിഞ്ഞ് പിറ്റേന്ന് വരുമ്പോഴാണ് രാവിലെ തന്നെ വാർത്ത മുരളീധരനെ വിമർശനം. ഇന്നലെ വേറൊരു ചാനൽ ചർച്ച ചെയ്തെന്ന് കേട്ടു, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ എന്തോ വാക്ക് തർക്കമുണ്ടായി. വേറൊരു ചാനൽ ചർച്ച ചെയ്തതാണ്. ഇത് മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് അർത്ഥമില്ല കേട്ടോ. ഇത്തരം വാർത്തകൾ, ഇല്ലാത്ത വാർത്തകൾ എത്തിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള കുബുദ്ധികളായ ചില ആളുകൾ നമ്മളെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് അവർ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഞാനിവിടെ ഈ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുന്ന വേദിയാണ് പോലും പറയുകയാണ്. അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം പാർട്ടി ഉണ്ടാക്കും, ആരായത് കൊടുക്കുന്നതെന്ന്. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പൊറുതിമുട്ടിയ സർക്കാർ. ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ സർക്കാർ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ, ജനങ്ങളാണ് താരതമ്യം ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റാണ് പാർലമെന്റിൽ നമുക്ക് കിട്ടിയത്. 2026-ലും 25-ലും അതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കേരളത്തിലെ ജനാഭിലാഷം പൂർത്തീകരിക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യമുന്നണിയുടെയും ശ്രമങ്ങളെ ആരെങ്കിലുമൊക്കെ ചെറിയ തോതിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാൽ അവർ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയും അത് ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യാനാണ് ഞാൻ സന്ദർഭം വിനിയോഗിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്ന 1-ാം വാർഷിക ദിനത്തിലെടുക്കേണ്ട പ്രതിജ്ഞ, ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന, കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരിൽ നിന്നും മോചനം തേടാൻ വേണ്ടി ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഒരു ചിന്തയോടെ ഒരു പ്രവൃത്തിയോടെ നിൽക്കുന്ന ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ നിര കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് മാത്രം പോവുക എന്നുള്ളതാണ്. അതാണ് ഈ ദിവസം നമ്മൾ എടുക്കാവുന്ന, ഉമ്മൻചാണ്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കുമ്പോൾ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിക്കോട്ടെ, ഒരു ബൂത്ത് കമ്മിറ്റി യോഗം കൂടിയാൽ ആ ബൂത്തിലെ വീടുകളിൽ എത്ര പേർ അസുഖബാധിതരാണ്, എത്ര പേർ കിടപ്പ് രോഗികളാണ്, എത്ര പേർ മറ്റു ജീവിത പ്രയാസങ്ങളെ അലട്ടുന്നുണ്ട്. എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ അത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരിടത്തേക്ക് സാന്ത്വനമായി ചെല്ലാൻ ഒരു പണത്തിൻ്റെയും ആവശ്യമില്ല. മാത്രമല്ല, അവരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞാൽ ഏതാൾക്കും സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുതാര്യതയും
ആത്മാർത്ഥത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമായിരിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഈ വരാനിരിക്കുന്ന നാളുകളിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി കാരുണ്യ പ്രവർത്തനം, സഹജീവനോടുള്ള സ്നേഹം, കരുതൽ അതൊരു പാർട്ടി പരിപാടി സ്ഥിരം പരിപാടിയാക്കി മാറ്റിയെടുക്കാനുള്ള പ്രതിജ്ഞ കൂടി ഇത് നമ്മൾ ഏറ്റെടുക്കണം. കോൺഗ്രസിൻ്റെ ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെയുള്ള പാർട്ടി പരിപാടിയായിട്ട് മാറ്റണം. ശ്രീ ചാണ്ടി ഉമ്മൻ ഒരു ഫൗണ്ടേഷൻ ഉദ്ഘാടനം കൂടി ചെയ്യണമെന്ന് KPCCയുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൂടെയും പ്രവർത്തനങ്ങൾ കുടുംബം ചെയ്യുന്നുണ്ട്, ചാണ്ടി വ്യക്തിപരമായിട്ട് ചെയ്യുന്നുണ്ട്, പാർട്ടികൾ ചെയ്യുന്നുണ്ട്, വിവിധ കമ്മിറ്റി. ഇന്ന് തന്നെ ഞാൻ 3-4 പരിപാടികളിൽ പങ്കെടുത്തു. സ്ഥിരമായിട്ട് 500 രൂപ വെച്ച് ജീവിതകാലം മുഴുവൻ പെൻഷൻ, രോഗികൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടി രാവിലെ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം പരിപാടികൾ, ബൂത്ത് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനോടും എനിക്ക് പറയാനുള്ളതാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒരു കാരുണ്യ സ്പർശം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ 1 വർഷക്കാലം അല്ലെങ്കിൽ 2 വർഷക്കാലം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നു. ഉമ്മൻചാണ്ടി അമരനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ ഒരുപാട് മനുഷ്യജന്മങ്ങൾക്ക് മോചനം നൽകാൻ, ജീവിതത്തിലേക്ക് നടന്നു കയറാൻ അവസരം കൊടുത്ത, തൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഭൂരിഭാഗം സമയവും പാവപ്പെട്ടവൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തെ മരണാനന്തരവും ജനങ്ങൾ സ്നേഹിക്കുകയും അമരനായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. നമ്മളെ ബൂത്ത് പ്രസിഡന്റാവട്ടെ, ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ ലക്ഷ്യം ഉമ്മൻചാണ്ടിയെപ്പോലെ മരിച്ചാലും അറിയപ്പെടുന്നവനാവാൻ ശ്രമിക്കുക സ്വന്തം പ്രവർത്തനത്തിലൂടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.